കാർലോ അക്വിറ്റസിനെ പോലെ ദിവ്യകാരുണ്യ ഈശോയെ ജീവനേക്കാളേറെ സ്നേഹിച്ച മറ്റൊരു യുവാവ് കൂടി വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക്. സ്പെയിനിൽ നിന്നുള്ള ജോവാൻ റോയിഗാണ് ഈ നവംബർ 7-ാം തീയതി വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ കാർലോ വ്യാപൃതനായിരുന്നുവെങ്കിൽ ദിവ്യകാരുണ്യ ഭക്തിയെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചവനായിരുന്നു ജോവാൻ. 15-ാം വയസ്സിലാണ് കാർലോ ഈ ലോകവാസം വെടിഞ്ഞതെങ്കിൽ ജോവാൻ 19-ാമത്തെ വയസ്സിലായിരുന്നു വീരചരമം പ്രാപിച്ചത്. അതിനാൽ കാർലോയുടെ ചേട്ടനെന്ന് ജോവാനെ നമുക്ക് വിശേഷിപ്പിക്കാം. 1936-ൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് കലാപകാരികളിൽ നിന്ന് ദിവ്യകാരുണ്യത്തെ സംരക്ഷിക്കാൻ സ്വജീവൻ ബലിയായി നൽകിയ ധീര യുവാവായിരുന്നു ജോവാൻ. 1917 മെയ് 12-ന് ബാർസലോണയിലായിരുന്നു ജോവാൻ്റെ ജനനം. കുട്ടിക്കാലം മുതൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ ജോവാൻ ഫെഡറേഷൻ ഓഫ് യങ് ക്രിസ്ത്യൻസ് ഓഫ് കാറ്റലോണിയ എന്ന കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. ആദ്യകാലത്ത് ആർക്കും ജോവാൻ അറിയില്ലായിരുന്നു. എന്നാൽ ദിവ്യകാരുണ്യത്തോടുള്ള അവൻ്റെ ഭക്തിയും സ്നേഹവും അവനെ അതിവേഗം പ്രശസ്തനാക്കി. ഒരു മിഷണറിയായി ജീവിക്കണം എന്ന ആഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടത് അക്കാലത്താണ്. സ്പാനിഷ് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലവും അതുതന്നെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ അനേകർ അരുങ്കൊലക്കിരയായി. കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ജോവാൻ്റെ ആകുലത കൂദാശകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. രക്തസാക്ഷിത്വത്തിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത അവൻ പറഞ്ഞിരുന്ന ഇപ്രകാരമായിരുന്നു: കൂദാശകൾ ലഭിക്കാതെ ഞാൻ മരിക്കുകയില്ല. പിന്നീട് ഫെഡറേഷൻ ഓഫ് യങ് ക്രിസ്ത്യൻസ് ഓഫ് കാറ്റലോണിയയുടെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ജോവാനിലേക്ക് വന്നു ചേർന്നു. ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വൈദികരും യുവജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ക്രൈസ്തവർക്ക് ജീവൻ നഷ്ടമായി. നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. നിരവധി ദേവാലയങ്ങൾ അഗ്നിക്കിരയായി. തിരുക്കർമ്മങ്ങൾ ദേവാലയങ്ങളിൽ അർപ്പിക്കാനാകാത്ത സ്ഥിതിയിലെത്തി. എന്നാൽ ദിവ്യകാര്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചവർക്കെല്ലാം അതീവ രഹസ്യമായി വീടുകളിലെത്തി വൈദികർ വിശുദ്ധ കുർബാന നൽകി. പിടിക്കപ്പെട്ടാൽ മരണമാണ് ശിക്ഷ എന്നറിഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന നൽകാനുള്ള വൈദികരുടെ യത്നത്തിൽ ജോവാനും പങ്കാളിയായി. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തവർക്ക് നൽകാൻ ഇടവക വൈദികൻ ഒരു ഓസ്തിപാത്രത്തിൽ തിരുവോസ്തി ജോവാന് കൈമാറുകയായിരുന്നു പതിവ്. അപ്രകാരമുള്ള പ്രേക്ഷിത യാത്രയിൽ അവൻ തിരിച്ചറിഞ്ഞു സൈന്യം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന നൽകാൻ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കവേ അക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. തന്നെ പിടികൂടാൻ അവർ പിന്നാലെയുണ്ട്. മരണം തൊട്ടടുത്തെത്തിയത് തിരിച്ചറിഞ്ഞ അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ഭയമില്ല, എൻ്റെ നാഥൻ എനിക്കൊപ്പമുണ്ട്. ജോവാൻ തിരക്ക് കൂട്ടിയത് ഭീരുവിനെ പോലെ പലായനം ചെയ്യാനല്ല, മറിച്ച് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് അവൻ കാണിച്ചത്. അവർ വീട്ടിൽ പ്രവേശിക്കും മുമ്പ് ഓസ്തിപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തിയെല്ലാം അവൻ ഭക്ഷിച്ചു. സൈന്യം പിടികൂടുമ്പോഴും അവൻ അമ്മയോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. അതവൻ്റെ വിശ്വാസധീരതയ്ക്ക് ഒരു തെളിവാണ്: ദൈവം എൻ്റെ കൂടെയുണ്ട്. 1936 സെപ്റ്റംബർ 11-നായിരുന്നു അവൻ്റെ രക്തസാക്ഷിത്വം. 6 വെടിയുണ്ടകൾ അവൻ്റെ ജീവനെടുത്തു. വെടിയേൽക്കപ്പെടും മുമ്പ് അവൻ മൊഴിഞ്ഞത് ക്രിസ്തീയ ക്ഷമയുടെ സുവിശേഷമാണ്. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ദൈവവും നിങ്ങളോട് ക്ഷമിക്കട്ടെ. അവൻ മൊഴിഞ്ഞ ആ വാക്കുകൾ അതിന് ദൃക്സാക്ഷിയായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് വിവരിക്കുകയായിരുന്നു. ഓരോ വിശുദ്ധ കുർബാനയുടെയും വില നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ജീവൻ പണയം വെച്ച് കലാപകാരികളിൽ നിന്ന് ദിവ്യകാരുണ്യത്തെ സംരക്ഷിച്ച ജോവാൻ്റെ ജീവിത സാക്ഷ്യം വിശ്വാസം നെഞ്ചോട് ചേർക്കുന്ന ധീരരായ യുവതലമുറയ്ക്ക് മാതൃകയാകുമെന്നതിൽ തെല്ലും സംശയമില്ല.